ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാധമ്മയോട് പിണങ്ങരുത്. അമ്മ അങ്ങനെ പറഞ്ഞതിന് ഞാൻ മാഡത്തോട് ക്ഷമ ചോദിക്കുന്നു. സോറി മാഡം. എന്ത് രാജു ഇത്? തള്ള കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞ കിളവി ഈ വീട് പൊളിച്ചെടുക്കും. ഇവർക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറി ഒരു സാരിയും നൈറ്റും ഇട്ട് നടന്നൂടെ? വെറുതെ മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. ഇവരെ കണ്ടാലേ സർക്കസ് കൂടാരത്തിലെ കോമാളിയെ പോലെ തോന്നും. എന്ത് അവതാരം അല്ലേ? ഇന്നെന്താ ചപ്പാത്തിക്ക് കറി? പയറുകറി. പയറുകറിയും കഞ്ഞിയും വിളമ്പോ ഇതെന്താ പള്ളിക്കൂടോ? എനിക്ക് പയറുകറിയും പരിപ്പൊന്നും പറ്റത്തില്ല. ഇവിടെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് കറി വയ്ക്കും. ഇത് കൃതികയുടെ പെടലിക്ക് വയ്ക്കാം. ചിക്കനും കഴിക്കാം, ഇവിടെ അടിപിടിയും കാണാം. അതെ, നല്ല ആഹാരമൊക്കെ കഴിച്ചു വളർന്ന കൊച്ചാ അത്. അല്ലാതെ നിങ്ങളെ പോലെ വാഴപ്പിണ്ടിയും ചക്കമടലൊന്നും തിന്ന് വളർന്ന കൊച്ചല്ല. വേണ്ടേ, വേഗം ചിക്കൻ ഉണ്ടാക്ക്. അവൾക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ അമ്മായിയമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ഇവള് ഭയങ്കര കേട്ടോ. ഭയങ്കരയായതുകൊണ്ടാണല്ലോ ഓടും പൊളിച്ച് വന്ന് ഇറങ്ങിയത്. രാധമ്മേ, ഞാനോടി സഹായിക്കട്ടെ. ഞാനിതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല. എത്ര പ്രാവശ്യം കിച്ചണിൽ ചെന്നാലും ഇതൊന്നും ചെയ്യാൻ യാമിനി ചെറിയമ്മ സമ്മതിക്കില്ല. ഈ സവാള എന്ത് കറിക്ക് വേണ്ടിയ പ്രിയച്ചി? ഹൃതികെ, ഞാൻ ഇവളൊക്കെ വെറും പൊട്ടികളാണെന്ന് കരുതരുത്. ചിക്കൻ കറിയെ കഴിക്കുള്ളെന്നുണ്ടെങ്കിൽ അത് വാ തുറന്ന് നേരെ പറയണം. രാധമ്മ, അല്ലാതെ സ്വന്തം ഇഷ്ടം പറയുന്നത് ജയന്റെ അമ്മയെ ചാക്കിട്ട് പിടിച്ച് അവരുടെ നാവുകൊണ്ടല്ല. അല്ല, രാധമ്മ എന്തീ പറയുന്നേ? രാധമ്മ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ആരെ കൊണ്ടും ഒന്നും പറയിപ്പിച്ചിട്ടില്ല. ഇയാള് കൂടുതൽ നേരത്തെ ആവാനൊന്നും നോക്കണ്ട. നേരത്തെ കാട്ടിക്കൂട്ടിയതൊക്കെ ഞങ്ങള് കണ്ടോണ്ടിരിക്കയല്ലേ. അവര് തമ്മിൽ അടിക്കട്ടെ. ഞാൻ അങ്ങോട്ട് ചെന്നാ ആ മരങ്ങോടം വേണു എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. അത് വേണ്ട. ഒരു കാര്യം ഞാൻ ആദ്യം അവസാനമായിട്ട് പറയാ, എന്റെ അടുത്ത് നിന്റെ വെളച്ചിലും അഭ്യാസമൊന്നും വേണ്ട. അതെ, മറ്റുള്ളവരടുത്ത് ചെലവാക്കിയാ മതി. എന്താ അമ്മേ, എന്തിനാ ഋതിക മേഡത്തോട് ഇത്രയും വലിയ ശത്രുത? ഋതിക മേഡം, മേഡമൊക്കെ നിനക്ക്. അമ്മേ, എനിക്ക് ഇവിടിപ്പോ ഈ വീടിന്റെ ശാപം. നിന്റെ നാവിനെ നീ തളച്ചിട്ടില്ലെങ്കിലേ ഈ വീട്ടിൽ പലതും സംഭവിക്കും. ഞാൻ പറഞ്ഞേക്കാം. മേഡം, കരയാതെ മേഡം.
മാഡത്തിന്റെ ഈ സങ്കടവും വിഷമവും ഒക്കെ കാണുമ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു കുറ്റബോധ. മാഡം ഇവിടെ ഇതൊന്നും കണ്ടിട്ടില്ല. അംബിക മാഡം അവിടെ മാഡത്തോട് വഴക്കിട്ടിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കാൻ യാമിനി മാഡവും അപ്പുവും ശേഖരൻ സാറും ഒക്കെ ഉണ്ടാവും. രാധമ്മയ്ക്ക് പണ്ടെന്നെ ജീവനായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞില്ലേ മാഡം? ആ രമ്യയും രുക്മിണി ആന്റിയും കൂടെ അമ്മയുടെ മനസ്സ് മാറ്റിക്കളഞ്ഞോ? അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളല്ലായിരുന്നോ? എനിക്ക് സങ്കടമില്ല രാജു. മാഡത്തിന് സങ്കടമില്ലെന്ന് പറഞ്ഞാ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മാഡത്തിന്റെ മനസ്സ് കല്ലൊന്നുമല്ലല്ലോ. ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാനൊരു മരപ്പാവയെ പോലെ നടന്നത് മാഡം. യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഒരുത്തിനെ പോലെ. മറ്റുള്ളവരുടെ നോട്ടത്തില് ഞാനൊരു ഫൂളാ. രാജു, ഇവൻ എന്തൊരു മനുഷ്യനെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. പ്രേമിച്ചതും കല്യാണം കഴിച്ചതും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ, അതും നല്ലവരില് നല്ലവനായ ഒരു മന്ത്രിയുടെ ഏക മകള്. എല്ലാ സൗഭാഗ്യങ്ങളും. എന്നിട്ടും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രേമിക്കാനോ ഉള്ളു തുറന്ന് സ്നേഹിക്കാനോ പറ്റുന്നില്ല. എന്നാ പ്രേമിക്കുന്നവർക്കും കല്യാണം കഴിക്കുന്നവർക്കും ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിച്ചേക്കാം. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. എനിക്ക് പ്രേമം എന്താണെന്ന് അറിയില്ല. കാരണം എന്റെ ചുറ്റുപാടുകള് ഇതാണ്. ഒരുപക്ഷെ ഞാനൊരു സൈക്കോയോ മെന്റൽ പേഷ്യന്റോ ഒക്കെ ആയിരിക്കാം. എന്ത് ചെയ്യാം? എന്റെ സ്ഥിതി ഇതായിപ്പോയി. ഞാൻ കരഞ്ഞതൊന്നും ഒരു പ്രശ്നമാക്കണ്ട രാജു. കേട്ടപ്പോ കരഞ്ഞുപോയി. വിട്ടേക്ക്. ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, രാധമ്മയോട് പിണങ്ങരുത്. അമ്മ അങ്ങനെ പറഞ്ഞതിന് ഞാൻ മാഡത്തോട് ക്ഷമ ചോദിക്കുന്നു. സോറി മാഡം. എന്താ രാജു ഇത്?